ലേസർ ലൈറ്റ് സ്മോക്ക് ഒന്നും അഴിച്ചു വെച്ചിട്ടില്ല. സാറേ അത് ഈ ഫാമിലീസ് ഈ സ്കൂള് കോളേജിലെ പിള്ളമാരെല്ലാം ടൂറിന് വേണമെങ്കിൽ ബസ്സാന്ന് ബുക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഒന്ന് മിന്നിക്കണം എന്ന് പറയും, ഒന്ന് അടിപൊളിയാക്കാൻ പറയും, പുകയിടാൻ പറയും. തീടാൻ പറ്റില്ല സാറേ, അപ്പൊ ഒരു പോകാം. എടാ നിന്റെയൊക്കെ മിന്നിക്കൽ കാരണമാണ് 5-8 പുകയായി പോയത്. അതറിയില്ല നിനക്ക് ഇല്ലേ? നീ പിന്നെ വേഷം കിട്ട് പറയണോ? അയ്യോ സാറേ, നിന്റെ വണ്ടി നിയമലംഘനങ്ങളുടെ പൂരപ്പുറമാണല്ലോടാ. നിന്റെ പെർമിറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല, പെർമിറ്റ് പോവാൻ പറ്റില്ല സാറേ. നീ പോവണ്ട, നീ ഒന്നും ഇനി പോവണ്ട റോട്ടിൽ കൂടെ. കട്ടി തന്നെ വഴിയുള്ളൂ, അല്ലാതെ ഒരു വഴിയില്ല സാറേ. എല്ലാ സാധനം ഉണ്ടല്ലോ. നീ ബുക്കും പേപ്പർ എടുക്കാൻ പറഞ്ഞില്ല? എല്ലാ സാധനം ഉണ്ട്. എന്നാ എടുക്കടാ. എന്റെ വേഷവും മട്ടും മാതിരിയും ടൂറിസ്റ്റ് ബസ്സല്ലേ സാർ, അപ്പൊ ഇങ്ങനെ വേണ്ട ആളുകൾ സംസാരിക്കാതെ എടുക്കണ പേപ്പേഴ്സ് എടുക്കടാ. സത്യമാഷേ പക്ഷേ ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാണ്. മാഷൊരു കാര്യം ചെയ്യും, നമ്മുടെ ഇവിടെ കനകുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടേക്കൊന്ന് വാ. മാഷെ കാര്യങ്ങൾ പറയാം, മാഷൊന്ന് ഇങ്ങോട്ട് വന്നേ. ചെറിയൊരു പ്രശ്നത്തിലാണ്. ഇയാളാണ് ഈ ബസിന്റെ മുതലാളി അല്ലേ? അപ്പൊ മുതലാളിക്ക് നിയമൊന്നും ബാധകല്ലേ? അയ്യോ ഞാൻ എവിടെ ഹെൽമെറ്റ് എവിടെ? എന്റെ സാറേ വണ്ടി ഇവിടെ നിങ്ങൾ പിടിച്ചെന്നറിഞ്ഞപ്പോ തലയ്ക്ക് ചൂട് പിടിച്ചിട്ട് ഹെൽമെറ്റ് എടുക്കാൻ വിട്ടുപോയി. ഓ അത് ശരി. എന്നാ സാറേ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എടാ മൊത്തം പ്രശ്നമാണല്ലോ എന്റെ വണ്ടിക്ക്. സാറേ ഇത് എന്റെ മോൻ ചെക്കന്റെ വണ്ടിയാ, എന്റെ വണ്ടി സർവീസിന് കൊടുത്തേക്കാം. ആ വണ്ടിയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ പറയാം. താൻ ഈ വണ്ടിയുടെ പ്രശ്നം ആദ്യം തീർക്കും. അയ്യോ ഇതിലെന്നാ പ്രശ്നം സാറേ? അയ്യോ ഇയാളപ്പോ ഈ ലോകത്തല്ലേ? എന്താ ഉണ്ണി എന്നാ പ്രശ്നം? ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞ സാറേ? മോശമായിട്ടോ? മോശമായിട്ട് ഞങ്ങളോട് പറയുന്നത് അവിടെ കിടക്കാം, അതിനുള്ള ഞങ്ങൾ വേറെ കൊടുത്തോളാം. ഈ വണ്ടിയിൽ കാണിച്ചു വെച്ചേക്കണെന്നാ താൻ മൊത്തം സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കാണല്ലോ. ഒരു പകയുടെ പുറത്താ ഞാൻ ഈ വണ്ടി എടുത്തത് പോലും. അപ്പൊ പകയായിട്ടാണ് താൻ ഈ വണ്ടിയായിട്ട് റോഡിൽ കൂടെ പോണേ? സാറേ എന്റെ അപ്പൻ ഒരു കാളവണ്ടിക്കാരനായിരുന്നേ. പള്ളിക്കൂടത്ത് പഠിക്കാൻ പോകുമ്പോൾ പിള്ളേർ എന്നെ കാളയുടെ മോനെ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. അപ്പൊ എന്റെ മക്കൾക്ക് ആ ഗതി വരാൻ പാടില്ലെന്ന് വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കൊപ്ര കച്ചവടം ചെയ്തിട്ടെടുത്ത ബസ്സായത്. ബസ്സുകാരനെ മോനെ വിളിച്ചാൽ നമുക്കൊരു അന്തസ്സുണ്ടല്ലോ. എടാ അങ്ങനെ ഒരു ബസ് എടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് എന്താണ് പറഞ്ഞാൽ അതുപോലെ വേണ്ട ഓടിക്കാൻ. ഇപ്പൊ എന്നാ സാറേ ഇപ്പൊ എന്തോ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചേക്കണ ഇതിലൊക്കെ? സാറേ സ്റ്റിക്കർ ഒട്ടിച്ച കാര്യം പറഞ്ഞില്ലേ സാറേ, അത് വേറൊരു പകയുടെ ഇതാ സാറേ. അതും പകയുടെ? അമ്മ ഒരു വീട്ടിൽ കൂലി പണിക്ക് പോയിക്കൊണ്ടിരുന്നേ. ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കിടന്ന ബെൻസിൽ ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ച്. അതിലെന്റെ മോലാളി എന്നല്ലോ തലക്ക് പലങ്ങും തല്ലി. അതിന്റെ പകയാ ഞാൻ എന്റെ ബസ്സിൽ മുഴുവൻ സ്റ്റിക്കറാക്കി. ഓ അത് ശരി. അപ്പൊ താൻ ചെയ്യുന്ന പോക്കിരിത്തരത്തിനൊക്കെ ഒരു പകയുണ്ട്. അങ്ങനെ സാറേ പറഞ്ഞില്ലേ ഇതൊക്കെ ഓടിച്ചു കൊണ്ടുപോകണ്ടേ സാറേ? അതെ, നിയമലംഘനം ചെയ്ത് കഴിഞ്ഞാൽ പെർമിറ്റ് കട്ട് ചെയ്യും. വർത്തമാനമൊന്നും പറയല്ലേ. എന്നാ വേണമെങ്കിലും ചെയ്യാം. പകയൊക്കെ താൻ കൊണ്ടുനടന്നാ മതി. എന്നാ വേണമെങ്കിലും ചെയ്യാനേ. ഒന്ന് പതുക്കെ പറയട, ആൾക്കാർ കേൾക്കും. പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്നാ വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്നാ ചെയ്യാന്ന്? എന്നാ വേണമെങ്കിലും ചെയ്യാനേ. ഇവിടെ